നമസ്കാരം. ട്രംപിനെ കൊന്നുകൊല വിളിച്ച് നാറ്റോ. അമേരിക്കയെ കൂട്ടത്തോടെ ആക്രമിക്കുവാൻ 7 രാജ്യങ്ങൾ. ഇറാനെ ചെറുക്കുവാനുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് വിമുഖത എന്തുകൊണ്ടാണ്? അമേരിക്കയില്ലെങ്കിൽ നാറ്റോ വെറും കടലാസു പുലികൾ മാത്രമാണോ? സത്യത്തിൽ ഇതൊന്നുമല്ല എന്നുള്ളത് തിരിച്ചറിയിച്ചു കൊടുക്കേണ്ടത് വളരെ കൃത്യമാണ് ഈ നാറ്റോ രാജ്യങ്ങൾക്ക്. ഇറാനെതിരായിട്ടുള്ള US-ഇസ്രായേൽ യുദ്ധത്തിൽ നാറ്റോ സഖ്യകക്ഷികൾ പിന്തുണ നൽകുന്നില്ല എന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരോക്ഷമായിട്ടുള്ള വിമർശനം വല്ലാതെ കൊള്ളുന്നുണ്ട് ആ രാജ്യങ്ങൾക്ക്. ദീർഘകാലമായിട്ടുള്ള US-ഇസ്രായേൽ യുദ്ധത്തിൽ നാറ്റോ സഖ്യകക്ഷികൾ പിന്തുണ നൽകുന്നില്ല എന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ വിമർശനം നടത്തുമ്പോൾ ഭീരുക്കൾ എന്നാണ് അദ്ദേഹം ഈ സഖ്യകക്ഷികളെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ അമേരിക്ക ഇല്ലെങ്കിൽ നാറ്റോ വെറും ഒരു കടലാസു പുലിയാണ് എന്ന് ട്രംപ് പരിഹാസം ചൊരിയുന്നുണ്ട്. ഒരു ആണവ ഇറാനെ തടയുവാനുള്ള പോരാട്ടത്തിൽ ചേരാൻ അംഗരാജ്യങ്ങൾ വിസമ്മതിക്കുന്നുവെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. ഈ പോരാട്ടം ഇപ്പോൾ സൈനികമായി വിജയിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാന US സഖ്യകക്ഷികളുടെ സഹായം ട്രംപ് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US-ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും ആഗോള വിപണി പ്രതിസന്ധിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ചേരാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നും എന്നാൽ ഉയർന്ന എണ്ണവിലയെക്കുറിച്ച് അവർ പരാതി പറയുകയാണ് എന്നുമൊക്കെ US പ്രസിഡന്റ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കം വളരെ ലളിതമാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് എണ്ണവില വർധനവിന്റെ ഏക കാരണം ഈ പാതയിലെ തടസ്സമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ അപകട സാധ്യത മാത്രമുള്ള കാര്യമായിട്ടും സഖ്യകക്ഷികൾ സഹായിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തലും പരിവേദനവും. വളരെ കുറഞ്ഞ അപകട സാധ്യതയിൽ സൈനികമായിട്ട് ഇപ്പോൾ ഈ പോരാട്ടം വിജയിച്ചിരിക്കുകയാണ് എന്നും എന്നിട്ടും അവർക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന എണ്ണവിലയെക്കുറിച്ച് അവർ പരാതിപ്പെടുന്നുവെന്നും എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുവാൻ അവർ സഹായിക്കുന്നില്ല എന്നുമുള്ള പരിവേദനങ്ങൾ ട്രംപ് തുടർന്നുകൊണ്ടിരിക്കുന്നു. എണ്ണ വില കൂടുവാനുള്ള ഏക കാരണമായിട്ട് ഇതിനെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു സൈനിക നീക്കം മാത്രമാണ് എന്നും എളുപ്പത്തിൽ കുറഞ്ഞ റിസ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ചെയ്യുന്നില്ല ഇറാൻ എന്നാണ് കുറ്റപ്പെടുത്തൽ. എന്തായാലും ഭീരുക്കൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ട്രംപിനൊപ്പം കൂട്ടുനിന്നു എന്ന് പറയപ്പെടുന്ന പല അംഗരാജ്യങ്ങളെയും. അതിൽ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള മറ്റ് 7 രാജ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ഉചിതമായ ശ്രമങ്ങളിൽ പങ്കുചേരുമെന്ന് ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും നെതർലാൻഡ്സും ജപ്പാനും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗതം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നാൽ അതിൽ പങ്കുചേരാമെന്ന് ഈ അമേരിക്കക്കാരോട് ജർമ്മനി അടക്കമുള്ള 7 രാജ്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും നെതർലാൻഡ്സും ജപ്പാനും കാനഡയും അടക്കമുള്ള ഈ സഖ്യകക്ഷികളുടെ പിന്മാറ്റം എന്ന് പറയപ്പെടുന്നത് ഇവരെയാണ് ഭീരുക്കൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ട്രംപ്. അപ്പോ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് സജീവമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഇപ്പോ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് അടക്കം സൂചിപ്പിച്ചത്. ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനും മുൻഗണന നൽകുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ഈ സംഘർഷത്തിൽ ഒരു കക്ഷിയല്ല എന്നും അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാനോ മോചിപ്പിക്കാനോ ഉള്ള സൈനിക നീക്കങ്ങളിൽ ഫ്രാൻസ് ഒരിക്കലും പങ്കുചേരില്ല എന്നുമാണ് മാക്രോൺ ഓർമ്മിപ്പിച്ചത് ട്രംപിനെ. ഇതൊക്കെ ട്രംപിന് വല്ലാത്ത തിരിച്ചടിയായി. ബ്രിട്ടനും നെതർലാൻഡ്സും കാനഡയും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ കൂടെ നിൽക്കില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് ട്രംപിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുർക്കിയിലെയും ഒമാനിലും അടുത്തിടെ നടന്ന ആക്രമണങ്ങൾ. ആ ആക്രമണങ്ങളിൽ ഇറാനോ സഖ്യകക്ഷികൾക്കോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ഇറാൻ നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കും അയൽ രാജ്യങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഫോൾ ഫ്ലാഗ് എന്ന് പറയപ്പെടുന്ന ഓപ്പറേഷൻ, അതായത് വരാനിരിക്കുന്ന വർഷത്തിൽ ഈ മേഖലയിലെ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി സയനിസ്റ്റ് ശത്രുക്കൾ നടത്തുന്ന വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരം നടപടികൾ എന്ന് മുജ്തബ ഖമേനി പറയുന്നു. സമാനമായിട്ടുള്ള ശ്രമങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായേക്കാമെന്നാണ് ഖമേനിയുടെ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. മൂന്നാം അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം എന്നാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ ഖമേനി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിശേഷിപ്പിച്ച ഈ പോരാട്ടത്തിൽ ഇറാന്റെ സായുധ സേന നേടിയ ഉജ്ജ്വല വിജയങ്ങളെ ഖമേനി പ്രശംസിക്കുന്നുമുണ്ട്. ഇറാനികൾക്കിടയിൽ ഭീതിയും നിരാശയും പടർത്തുവാനുള്ള ശത്രുക്കളുടെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും
എന്നാൽ ദേശീയ ഐക്യത്തിനും പ്രതിരോധത്തിനും മുന്നിൽ അവർ പരാജയപ്പെടുകയാണ് എന്നുകൂടി ഖമേനി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇറാൻ 3 പ്രധാന സൈനിക സുരക്ഷാ വെല്ലുവിളികളാണ് നേരിട്ടത് എന്ന് ഖമേനി പറഞ്ഞു വെക്കുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ജൂണിൽ ഇസ്രായേലുമായിട്ട് നടന്ന സംഘർഷം, ജനുവരിയിലെ അട്ടിമറി ശ്രമം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം, ഇവയാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ജനവികാരം മനസ്സിലാക്കുന്നതിൽ ശത്രുക്കൾക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുമ്പോഴും ഇറാനിൽ അശാന്തി പടർത്തുന്നതിന് പകരം ഈ സംഭവങ്ങൾ രാജ്യത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നുകൂടി അവർ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ പൗരന്മാർ 3 വലിയ പോരാട്ടങ്ങളെയാണ് അതിജീവിച്ചത് എന്നുള്ളത് മറക്കരുത്. ജനകീയ പ്രതിഷേധങ്ങളും ദേശീയ പരിപാടികളും വഴി ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തെ ചെറുക്കുവാൻ സഹായിച്ചത് എന്നുകൂടി ഖമേനി പറഞ്ഞു വെക്കുന്നു. രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ മറന്ന് ജനങ്ങൾ ഒന്നിച്ചു നിന്നത് ശത്രുക്കൾക്ക് നൽകിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മേഖലാതലത്തിലുള്ള ബന്ധങ്ങളുടെ പ്രാധാന്യം ഖമേനി എടുത്തു പറയുമ്പോഴും പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഈ സഹകരണമൊക്കെ ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പോൾ വീണ്ടും ഖമേനി. പൊതുവായിട്ടുള്ള മതപരവും സാംസ്കാരികവും തന്ത്രപരവുമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളിൽ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഇത്തരത്തിലെ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ കൂട്ടത്തോടുകൂടി ഈ ബാക്കിയുള്ള സഖ്യരാജ്യങ്ങളടക്കം അമേരിക്കയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ട്രംപിനെ അടക്കം കൊല വിളിക്കുന്ന തരത്തിലേക്ക് നാറ്റോ സഖ്യകക്ഷികൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും നെതർലൻഡ്സ്, ജപ്പാൻ, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിനോട് ഒരു തരത്തിലും യോജിച്ചു പോകുവാൻ അവർക്ക് സന്മനസ്സില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ യുദ്ധക്കൊതിയോട് ഇവരാരും യോജിക്കുന്നില്ല അല്ലെങ്കിൽ സഹകരിക്കുന്നില്ല എന്നാണ്. കാരണം സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അപകട സാധ്യതയുള്ള മേഖലകളിലേക്ക് കടന്നിറങ്ങി ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം എന്നതായിരുന്നു ട്രംപിന്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷെ അവയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള സഖ്യരാജ്യങ്ങൾ അടക്കം, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 7ഓളം രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ട്രംപിനെ കൊല വിളിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ട്രംപിന്റെ ഈ യുദ്ധക്കൊതിയോട് ഇവർക്കാർക്കും യോജിപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല അമേരിക്കയെ കുരുതി കൊടുക്കുക അല്ലെങ്കിൽ ഒറ്റി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ട്രംപിന്റെ നീക്കങ്ങളെ നഖശിഖാന്തം ഇവർ എതിർക്കുകയാണ്. അതിലൂടെ തന്നെ അമേരിക്കയെ കൂട്ടത്തോടെ ആക്രമിക്കുവാൻ ഈ 7 രാജ്യങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ട്രംപിനെ പോലൊരു നേതാവിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അമേരിക്കയെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലടക്കം സംശയം പ്രകടിപ്പിക്കുകയാണ് ഈ നാറ്റോ രാജ്യങ്ങൾ.